ഹായ്, നമസ്കാരം. ഇതൊരു ദിവസം ഞാൻ എൻ്റെ ബാത്റൂമിലേക്ക് പോയപ്പം എൻ്റെ കൈകളിൽ വന്ന് വീണ ഒരു ചെറിയ പാമ്പും കുഞ്ഞിനെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. മഴക്കാലമാണ്, എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇത്തരത്തിലുള്ള പാമ്പും കുഞ്ഞുങ്ങളുമൊക്കെ നമ്മുടെ വീട്ടിലും വീട്ടിൻ്റെ പരിസരങ്ങളിലുമൊക്കെ വന്ന് പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ബാത്റൂമിൽ ഇത്തരത്തിലുള്ള ടൈലായതുകൊണ്ട്, തീരെ ചെറുതായതുകൊണ്ട് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല നമുക്കിത്. ഞാൻ എൻ്റെ ബാത്റൂമിലൊക്കെ ചെന്ന് ജസ്റ്റ് ഡോറ് തുറക്കുമ്പോൾ എൻ്റെ കയ്യിൽ വന്ന് വീണു. ഞാൻ വിചാരിച്ചു വേറെ കറുത്ത എന്തോ ഒരു സംഭവം ഇങ്ങനെ താഴെ, പെട്ടെന്ന് കൈ കുടഞ്ഞപ്പോൾ ഞാൻ താഴെ ചെന്ന് വീണപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൈ കിടന്ന് ചരട് വല്ലതും ആണോ എന്തോന്ന് അറിയാൻ വയ്യ. ഞാനങ്ങനെ സൂക്ഷിച്ചൊന്ന് നോക്കിയപ്പോഴാണ് ഈ പാമ്പ് കുഞ്ഞിനെ കണ്ടത്. ഇതെന്നെ കണ്ടതും പെട്ടെന്ന് സൈഡിലോട്ട് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു ചെറിയ പാട്ട എടുത്തുകൊണ്ട് വന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള വക സാധനങ്ങൾ നമ്മുടെ കണ്ണിൽ പെടുന്നത് കാരണം ഇവയൊക്കെ നമ്മൾ അടിച്ച് കൊല്ലാറില്ല. പ്രത്യേകിച്ചും പാമ്പുകളെ പൊതുവേ ഞാൻ ഉപദ്രവിക്കാറില്ല. കണ്ടു കഴിഞ്ഞാലും നമ്മളെങ്ങനെങ്കിലും ഏതു വിധേനെങ്കിലും രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യും. അങ്ങനെ ഞാൻ പാട്ടയിലായി അടപ്പെടും. കണ്ടോ, കിടക്കുന്നുണ്ടോ? ഇതായിരുന്നാണ് ഞാൻ കണ്ടത്. ഇത് എന്തോ മണ്ണൂന്തി എന്നൊക്കെ പറയും. നമ്മൾ വയലിലൊക്കെ കാണുന്ന പുളവനില്ലേ, പുളവനെ പോലെ തന്നെ മറ്റൊരിനം. ഇത് വലിയ വിഷമൊന്നുമുള്ള ഇനമല്ല കേട്ടോ. കണ്ടോടാ ഡുഡു, ഇതിനകത്ത് ഇരിക്കുന്നതിനെ കണ്ടോ? നീ കണ്ടോടാ? രാത്രി മൊത്തവും നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച്, എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പം ഞാൻ ഇതിനെ വയലിൽ കൊണ്ടുവന്ന് കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ വീട്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും വിളിച്ചിട്ട് അതിനെ ഒഴിവാക്കുക. ദയവ് ചെയ്ത് അതിനെ ഒന്നും ഉപദ്രവിക്കരുത്. ഓക്കെ, നന്ദി, നമസ്കാരം. പിന്നെ പറയാൻ പറ്റട്ടെ, പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വേറൊരെണ്ണവും കൂടെ അവിടെ തന്നെ സെയിം പ്ലേസിൽ കണ്ടു. അതാണിത്. ഇവനെയും ഇതേ കണക്ക് കൊണ്ടുവന്ന് ഒഴിവാക്കി വിട്ടു. ബി കെയർഫുൾ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം.